ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഫേസ് മാസ്ക് ആണ്. വീട്ടിലുള്ള ബീട്രൂട്ടും തൈരും വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഫേസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ ഒറ്റ യൂസ് തന്നെ മാറിക്കിട്ടും. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് സ്കിൻ ആകെ ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു മാസ്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഒരൊറ്റ യൂസ് തന്നെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ പെർമനൻ്റ് ആയിട്ട് സ്കിന്ന് നിറം വയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. കവിളിലൊക്കെ നല്ലൊരു പിങ്കിഷ് ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്കും കൂടെയാണിത്. അതുമാത്രമല്ല നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറിക്കിട്ടാൻ, ഈവൻ സ്കിൻ ടോൺ ആവാൻ, സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാൻ, ഡ്രൈനെസ് മാറ്റാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കുക, എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ഈ ഒരു അളവിനുള്ളത് ഒരാഴ്ചത്തേക്കുള്ളതാണ്. അപ്പോൾ ഇത്രയും വേണ്ട, നമുക്കിതിൻ്റെ പകുതി മതി. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീട്രൂട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമച്ചർ ഏജിങ്ങിന് കാരണമാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ ഇത് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചർമ്മത്തിൻ്റെ ചെറുപ്പം നിലനിർത്താനായിട്ട് ഏറ്റവും നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ബീട്രൂട്ടിൽ ഒരുപാട് അളവിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനും സ്കിന്നിൻ്റെ ഒരു ഫേംനെസ് വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ ഇത് സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്നിന് പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ കിട്ടാനായിട്ടും ബീട്രൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബീട്രൂട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ചിങ് ഏജൻറ്റും കൂടെയാണ്. നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ നിറം വയ്ക്കാൻ, സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറിക്കിട്ടാൻ, ഡിസ്കളറേഷൻ മാറിക്കിട്ടാൻ, ഈവൻ സ്കിൻ ടോൺ ആവാനൊക്കെ ഇത് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള പിങ്ക് ഗ്ലോ തരാനും കൂടെ നല്ലതാണ്. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. അപ്പോൾ ഇത്രയും ബീട്രൂട്ടിന് ഞാൻ 2 സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ബീട്രൂട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡെഡ് സ്കിന്ന് റിമൂവ് ആക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നത്. കൂടാതെ തൈര് ഒരു നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനും മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും ഒക്കെ ആയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ മുഖത്ത് ചുളിവുകളും വരകളും വരുന്നത് കുറയ്ക്കാനും പ്രായമാകുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്ന ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മുഖക്കുരു കുറയ്ക്കാനും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാനും സൺടാൻ മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് തൈര് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു തൈരും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണ് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട. പിന്നെ നിങ്ങളുടെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. തൈരും ബീട്രൂട്ടും മാത്രമേ ഈ ഒരു ഫേസ് മാസ്കിന് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. രാത്രി സമയത്താണ് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫേസ് മാസ്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനൊക്കെ ആയിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ മുഖം മുഴുവനായിട്ടും കഴുത്തിലൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതൊന്ന് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ ഒരു അരമണിക്കൂർ നിങ്ങളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അരമണിക്കൂറിന് ശേഷം കഴുകി കളയും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ പെർമനൻ്റ് ആയിട്ട് സ്കിന്ന് നിറം വയ്ക്കാൻ സഹായിക്കും. ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് കരിവാളിപ്പ് മൊത്തം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്